ഹലോ ഗായ്സ്, വെൽക്കം ടു PSC മാനിയ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെൻ്റൽ എബിലിറ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സീരീസ് അഥവാ ശ്രേണികൾ. ഈ സീരീസ് തന്നെ രണ്ട് തരത്തിലുള്ള സീരീസ് ഉണ്ടാകും അല്ലേ? നമ്പർ സീരീസും കാണും, ആൽഫബറ്റ് സീരീസും കാണും. എല്ലാവർക്കും ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതും പക്ഷേ കുറേ പേർ കൊണ്ട് തെറ്റിക്കുന്നതുമായിട്ടുള്ള ഒരു സെക്ഷനാണ് ഈ സീരീസ്. അറിഞ്ഞിരുന്നാൽ എങ്ങനെ ചെയ്യണം എന്ന് അറിഞ്ഞിരുന്നാലും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയൊക്കെയാണ് PSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മാർക്ക്, ഈ ഒരു ശ്രേണികൾ എന്ന ആ ഒരു പോർഷനിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു 100 ക്വസ്റ്റ്യൻസ് ആണ്. ഈ 100 ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഉറപ്പായും ഈ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും എക്സാമിനും ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. സോ ഇത് കറക്റ്റായിട്ട് പാറ്റേൺ ഒരു മോക്ക് ടെസ്റ്റ് പോലെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഓരോ ടൈപ്പ് ആയിരിക്കും, ഇതിനകത്ത് ഒരു 10-12 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉള്ളത്. ഓരോ ടൈപ്പിലും 10 ക്വസ്റ്റ്യൻസോ 12 ക്വസ്റ്റ്യൻസോ വീതം ഉണ്ടാകും. ആദ്യമേ നമ്മൾ ക്വസ്റ്റ്യൻസ് പഠിച്ചതിന് ശേഷം എഴുതിയതിന് ശേഷം നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. അതിനുശേഷം ഒരു ടൈപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ ആൻസർ ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യനുമായിട്ട് നിങ്ങൾ ചെയ്ത് കിട്ടിയ ആൻസറുമായിട്ട് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുമ്പായി ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ അമർത്തുക. അപ്പോൾ ഞാൻ എന്ത് വീഡിയോ ഇടുന്നാലും ഇപ്പം SSC, റെയിൽവേ, അതുപോലെ തന്നെ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് ഇടുന്നുണ്ട്. സോ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ആൽഫബറ്റ് സീരീസ് ആണ്. അതിലെ ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ഔട്ട് ദ മിസ്സിംഗ് ലെറ്റർ. ആദ്യത്തേതാണ് BEHKN. മുൻപുള്ള വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ കയ്യിൽ ആദ്യമേ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഗോൾ ഓഫ് ടൈമിൽ അതിൻ്റെ ബാക്ക് പേപ്പറിലായിട്ട് എന്ത് ചെയ്ത് വെക്കുക, A to Z വരെ ആൽഫബറ്റ്സ് നമ്മൾ എന്ത് ചെയ്ത് എഴുതി വെക്കുക. അത് ഒരുപാട് ഉപകാരപ്പെടും. കോഡിങ്ങിലും ഡീകോഡിങ്ങിലായാലും ആൽഫബറ്റ് സീരീസ്, നമ്പർ സീരീസ് ഒക്കെ കണ്ടുപിടിക്കാനായാലും ഏറ്റവും ഉപകാരപ്പെടും. നമ്മളെ ടൈം വേസ്റ്റ് ആകത്തുമില്ല. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2016 അസിസ്റ്റൻറ്റ് യൂണിവേഴ്സിറ്റി ഇൻ കേരള എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന A to Z വരെ ഉള്ളതിനകത്ത് BEHKN ഏത് പാറ്റേണിലാണ് റിപ്പീറ്റ് ചെയ്തു പോകുക എന്ന് നോക്കുന്നു. അതിനുശേഷം ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതുക. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ നെക്സ്റ്റ് ലെറ്റർ ഇൻ ദ സീക്വൻസ് ADIP. അടുത്ത ഒരു ലെറ്റർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഡെപ്യൂട്ടി കളക്ടർ, ലാൻഡ് റവന്യൂ, കേരള സിവിൽ സർവീസ് എക്സിക്യൂട്ടീവ് 2011 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, A to D വരെ ഉള്ള ഡിസ്റ്റൻസ്, D to I വരെ ഉള്ളത് എങ്ങനെയാണ് അത് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്, എങ്ങനെയാണ് അതിനെ കോഡ് ചെയ്തേക്കുന്നത് എന്ന് നോക്കിയിട്ട് അതിൻ്റെ അടുത്ത ലെറ്റർ കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ആൻസർ നിങ്ങൾക്ക് എപ്പോഴാണ് കിട്ടുന്നത്, ഈ ഒരു ടൈപ്പ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആൻസർ കിട്ടും. അതിനുശേഷം നമ്മൾ അടുത്തൊരു ടൈപ്പ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? കംപ്ലീറ്റ് ദ സീരീസ് APBQC. 2017 ഫയർമാൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ചെയ്ത് നോക്കി ആൻസർ പോസ് ചെയ്ത് വെച്ചിട്ട്, വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ആൻസർ അതുപോലെ എഴുതി വെച്ചതിന് ശേഷം ലാസ്റ്റ് റെഫർ ചെയ്യാവുന്നതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഫിൽ അപ്പ് ദ നെക്സ്റ്റ് ലെറ്റർ ഇൻ ദ പർട്ടിക്കുലർ സീരീസ്. ഓപ്ഷൻസ് ആണ് EGJN. ഓക്കെ, LD ക്ലർക്ക്, അസിസ്റ്റന്റ് ഗ്രേഡ്, കമ്പനി കോർപ്പറേഷൻ, സീനിയർ സൂപ്രണ്ട്, അസിസ്റ്റന്റ് ട്രഷറി ഓഫീസർ. ഒരുപാട് എക്സാംസിന് 2013 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതും അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള എങ്ങനെയായിരുന്നു സീക്വൻസ് റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യുക. സോ ആൻസർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻസ് സ്പീഡിൽ പറഞ്ഞു പോകുന്നതെന്ന് വെച്ചാൽ ആൻസർ നമുക്ക് സമയമെടുത്ത് പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല അല്ലേ? അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് വിൽ കം ഇൻ ദ പ്ലേസ് ഓഫ് EGHJKMNP. അതിനുശേഷം ഏത് ലെറ്റർ ആണ് വരുന്നത്? 2018 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ചോദിച്ചിട്ടുള്ള ഒരു അടിപൊളി ചോദ്യമാണ്. അതെങ്ങനെയാണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വിച്ച് ലെറ്റർ ഷുഡ് ബി ഇൻ ദ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് സീരീസ്. ഓക്കെ, അപ്പോൾ G കഴിഞ്ഞിട്ട് ഏത് ലെറ്റർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2009 ഫയർമാനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതും കണ്ടുപിടിക്കുക. നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ A to Z എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്നും ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ഡയറക്റ്റ് എണ്ണി നോക്കി A to Z വരെ എണ്ണി നോക്കി ഇരിക്കേണ്ട കാര്യമില്ല. കറക്റ്റ് എഴുതി വെച്ചതിനകത്ത് തന്നെ മാർക്ക് ചെയ്ത് എത്രാമത്തെ ലെറ്റർ ആണ് ഏത് ലെറ്റർ ആണെന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലോട്ട് കൊടുക്കാം. ഇതെല്ലാം നിങ്ങൾ എഴുതിയെടുത്ത് ആൻസർ കണ്ടുപിടിച്ച് വെക്കുക. ആൻസർ നമുക്ക് ചെക്ക് ചെയ്യാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് കംപ്ലീറ്റ്
കംപ്ലീറ്റ് ദ സീരീസ് BDFLP. ഫയർമാൻ ട്രെയിനി 2009 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ സെയിം പാറ്റേൺ ആണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് കംപ്ലീറ്റ് ദ സീരീസ് CEIKOQ. അതിനുശേഷം വരുന്ന ലെറ്റർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫയർമാൻ ട്രെയിനി 2009 അസിസ്റ്റന്റ് ടൈം കീപ്പർ പ്രിന്റർ ആ ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അതുപോലെ തന്നെ ചെയ്യുക, ചെക്ക് ചെയ്യുക, പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കംപ്ലീറ്റ് ദ സീരീസ് GILP. സെയിൽസ്മാൻ സെയിൽസ് വുമൺ 2010 ചോദിച്ചിട്ടുള്ള സെയിം പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് കംപ്ലീറ്റ് ദ സീരീസ് JFMAMJJASO. ഇതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? കുറച്ച് കോഡിംഗ് ഒക്കെ വെച്ചിട്ടായിരിക്കും അത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഈസ് ദ നെക്സ്റ്റ് ലെറ്റർ ഓഫ് ദ സീരീസ് WURNI VEO ലേഡി VEO 2007 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് അടുത്ത ലെറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് റിവേഴ്സ് ഓർഡറിൽ എന്തോ ആണ് പോയിരിക്കുന്നത്. അതുപോലെ കണ്ടുപിടിച്ച് റിവേഴ്സ് ഓർഡറിൽ എങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ഈ ഒരു ടൈപ്പിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആൻസർ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. സോ അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഫൈൻഡ് ദ മിസ്സിംഗ് ലെറ്റർ LOS മെയിൽ വാർഡൻ ജയിൽ 2006 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെത്രയാണ് നമ്മുടെ ഫസ്റ്റ് ടൈപ്പ്. അപ്പോൾ ആൻസറിലോട്ട് നോക്കാം. ഫസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ D ആണ്. അതെങ്ങനെയാണ് ആ പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് പോകുന്നതെന്ന് വെച്ചാൽ B തൊട്ട് E വരെ 3 ലെറ്ററാണ് ആഡ് ചെയ്തത്. E തൊട്ട് H വരെ 3 ലെറ്റർ. അതുപോലെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? Nന് ശേഷം 3 ലെറ്റർ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരുന്നു? നമുക്ക് Q ആയിരിക്കും ആൻസർ കിട്ടുന്നത്. സെക്കൻഡ് ആൻസർ എന്ന് പറയുന്നത് Y ആണ്. Y എങ്ങനെയാണ്? A മുതൽ D വരെ 3, D മുതൽ I വരെ 5, I മുതൽ P വരെ 7, P മുതൽ Y വരെ 9. അങ്ങനെ ഒരു പ്രൈം നമ്പർ അല്ല, ഓഡ് നമ്പറിൻ്റെ ആ ഒരു ബേസിസിലാണ് അത് കൂടി പോകുന്നത്. സോ 9 ഉണ്ടാവേണ്ടത് എന്താണ്? പ്രൈം നമ്പർ അല്ല അല്ലേ? അപ്പം അതെ, നമ്മുടെ ഓപ്ഷൻ BY ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി ഓപ്ഷൻ D ആണ് മൂന്നാമത്തതിൻ്റെ ആൻസർ. അതെങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്? A മുതൽ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് അവിടെ ലെറ്റേഴ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എക്ക് ശേഷം P കഴിഞ്ഞിട്ട് B കൊടുക്കുന്നു അല്ലേ? +1 ആഡ് ചെയ്യുന്നു. B കഴിഞ്ഞ് C എവിടെ പോകുന്നത്? Qവിന് ശേഷമാണ്. അപ്പം ഓൾട്ടർനേറ്റ് ആയിട്ടായിരിക്കും. ഈ ഒരു പാറ്റേൺ ഒക്കെ നമുക്ക് പഠിച്ചിരുന്നാൽ മാത്രമേ, മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ നമുക്ക് എക്സാമിനും അത് ഓർമ്മ വരുത്തുള്ളൂ അല്ലേ? അപ്പം P മുതൽ Q വരെ +1, Q മുതൽ R വരെ ആയിരിക്കും. അപ്പോൾ Q കഴിഞ്ഞിട്ട് വരുന്ന ലെറ്റർ ഏതായിരിക്കും? R ആയിരിക്കും. അപ്പം നമ്മൾ ആദ്യമേ ആഡ് ചെയ്ത് നോക്കിയിട്ട് ഒരു പാറ്റേൺ കിട്ടുന്നില്ല എങ്കിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് അടുത്ത് നമുക്ക് പെട്ടെന്ന് ഓർക്കേണ്ടത് എന്താണ്? ഓൾട്ടർനേറ്റ് ആയിട്ട് വല്ലതും ആണോ കൊടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു അല്ലേ? അപ്പം നമുക്ക് ആൻസർ എന്ത് കിട്ടുന്നു? ഓപ്ഷൻ D R ആയിരിക്കും ആൻസർ. ഇനി അടുത്തതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് S ആണ്. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ E തൊട്ട് G വരെ 2, G തൊട്ട് J വരെ 3, അങ്ങനെ 2, 3, 4, 5 ആ ഒരു പാറ്റേണിൽ റിപ്പീറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ ലെറ്റർ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ AQS ആണ്. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇയും ഓരോ ലെറ്റേഴ്സ്, ഇവിടെ 2 ലെറ്റേഴ്സ് വിധമാണ് തന്നിരിക്കുന്നത്. ഇയും ആദ്യത്തെ ലെറ്ററും രണ്ടാമത്തതിൻ്റെ ആദ്യത്തെ ലെറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് 3 ആണ്. അതുപോലെ നമ്മൾ എല്ലാത്തിൻ്റെയും ആദ്യത്തെ ലെറ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കുക, അത് എത്രയാണ്? +3 ആണ്. അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ ലെറ്റർ, എല്ലാത്തിൻ്റെയും രണ്ടാമത്തെ ലെറ്റർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ്. സോ നമുക്ക് ആൻസർ എന്ത് വരുന്നു? അതുപോലെ നമ്മൾ 3 കൂട്ടി ആദ്യത്തെ ലെറ്ററിന് 3 കൂട്ടി എഴുതുന്നു, രണ്ടാമത്തെ ലെറ്ററിന് 3 കൂട്ടി എഴുതുന്നു. അപ്പോൾ QS ആയിരിക്കും ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് Z ആണ്. Z എങ്ങനെയാണ് വരുന്നത്? ഇടയ്ക്കുള്ള ലെറ്ററാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഇവിടെയും എങ്ങനെയാണ് അവർ കൊടുത്തിരിക്കുന്നത്? ഓൾട്ടർനേറ്റീവ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. അതായത് G തൊട്ട് I വരെ +2, I തൊട്ട് K വരെ +2, K തൊട്ട് M വരെ +2. അതുപോലെ ഓൾട്ടർനേറ്റ് ആയിട്ട് മൈനസ് ചെയ്താണ് Z X, Xൽ നിന്ന് V, Vയിൽ നിന്ന് T എന്ന് പറയുന്ന പോലെ മൈനസ് ചെയ്തിട്ടാണ്, -2 ചെയ്താണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്? കോഡ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ആൻസർ അതായിരിക്കും കിട്ടുന്നത്. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് T ആണ്. ഓപ്ഷൻ A T ആണ്. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇടയ്ക്കുള്ള ആൽഫബറ്റ്സിനെ അങ്ങ് വിട്ടതിന് ശേഷം എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്ത് വരുന്ന പാറ്റേൺ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു അല്ലേ? ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ D മുതൽ L വരെ +8 ആണ്. അതുപോലെ L മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓൾട്ടർനേറ്റീവ് ആയിട്ട് T എടുക്കുന്നു. +8 ചെയ്യുമ്പോൾ ഓപ്ഷനിലുള്ള T കിട്ടുന്നത് കൊണ്ട് നമുക്ക് എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ A ആയിരിക്കും ആൻസർ. അതുപോലെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ D U ആണ്. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ C മുതൽ E വരെ +2, E മുതൽ I വരെ +4 ആ ഒരു പാറ്റേണിൽ റിപ്പീറ്റ് ചെയ്ത് പോകുന്നു.
2+4 ആ ഒരു സെയിം ഇത് +2+4 അങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്ക് Q കഴിഞ്ഞിട്ട് +4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഓപ്ഷൻ ഡി യു എന്ന് കിട്ടുന്നു അല്ലേ? അപ്പോൾ ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നേരെ 9ലോട്ട് പോകുമ്പോഴത്തേക്ക് എന്താണ്? ഓപ്ഷൻ ബി യു ആണ് ആൻസർ. അതെങ്ങനെയാണ് വരുന്നത്? ജി മുതൽ ഐ വരെ +2, അതിനുശേഷം I മുതൽ L വരെ +3. നിങ്ങൾക്ക് ചെയ്തപ്പോഴും ഇത് തന്നെ ആയിരിക്കും കിട്ടിയത്. ഓപ്ഷൻ +5 പിയിൽ നിന്ന് +5 ചെയ്യുമ്പം യു കിട്ടുന്നു. ഓക്കെ, ഇനി അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്നും ഡി ആയിരിക്കും. ഓപ്ഷൻ എ. 11ാമത്തെ സി ആയിരിക്കും ആൻസർ. 12ാമത്തെ എക്സ് ആയിരിക്കും. കണ്ടുപിടിക്കാൻ ഈസിയാണ്. ഇനി നമ്മൾ ആ ഒരു അടുത്ത ടൈപ്പിലോട്ട് പോവുകയാണ്. അടുത്ത ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് സീരീസ് IFJHLJOL. മുനിസിപ്പൽ സെക്രട്ടറി ഗ്രേഡ് 2 അർബൻ അഫെയേഴ്സ് സെക്രട്ടറി ബ്ലോക്ക് പഞ്ചായത്ത് റൂറൽ ഡെവലപ്മെൻറ്റ് 2015 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് അതേപോലെ നമ്മളിന്ന് മുമ്പ് ചെയ്തതുപോലെ തന്നെ സെയിം പാറ്റേണിൽ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ആൻസർ കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ മിസ്സിംഗ് ടേം ഫ്രം ദ ഗിവൺ ഓൾട്ടർനേറ്റീവ്സ് AYFUKQ. അതിനിടയ്ക്കുള്ള ടേമാണ് മിസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം UI തന്നിട്ടുണ്ട്. അതും എന്താണ്? 2013 സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റ് SBCID പോലീസിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതും ആ ഒരു എങ്ങനെയാണ് ഫസ്റ്റ് ലെറ്ററും സെക്കൻഡ് ലെറ്ററും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ എന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം ആ ഒരു സെയിം പാറ്റേണിൽ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഐഡൻറ്റിഫൈ ദ മിസ്സിംഗ് ടേം AZB CTB DQB ENB. ഇവിടെ രണ്ടാമത്തെ ടേമാണ് മിസ്സിംഗ് ആയിട്ടുള്ളത് അല്ലേ? ഇത് 2012 ചോദിച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്കി അടുപ്പിച്ച് തന്നിരിക്കുന്ന ആ ഒരു ടേംസ്, ആ ഒരു ആൽഫബറ്റ്സ് തമ്മിലുള്ള കണക്ഷൻ ആദ്യമേ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം ആ സെയിം പാറ്റേൺ വെച്ച് തന്നെ AZBയിൽ നിന്ന് ആ ഒരു കണക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം അതിൻ്റെ ആൻസർ നമുക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ അതും ചെയ്ത് നോക്കി നിങ്ങൾ ആൻസർ കിട്ടി കാണും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഐഡൻറ്റിഫൈ ദ മിസ്സിംഗ് ടേം TYUNSOHMI. വുമൻ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് 2016 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സെയിം ആ പാറ്റേൺ തന്നെ ചെയ്ത് നോക്കൂ. 17ാമത്തെ ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ മിസ്സിംഗ് ടേം. അതും രണ്ടാമത്തതാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. 2013 സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഓഡിറ്റർ എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. കറക്റ്റ് ആൻസർ കിട്ടിയില്ലെങ്കിൽ ഈ ഒരു പാറ്റേണിന് ശേഷം നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ റെഫർ ചെയ്യാവുന്നതാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദ മിസ്സിംഗ് ടേം ഔട്ട് ഓഫ് ദ ഗിവൺ ഓൾട്ടർനേറ്റീവ്സ്. YEBWFDUHGSKI സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് 2010 ചോദിച്ചിട്ടുള്ള ഒരു ഡിഗ്രി ലെവലിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതൊക്കെ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാം ടൈമിൽ പോയി നിന്ന് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തൊരു 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കംപ്ലീറ്റ് ദ സീരീസ് ഇൻ ദ ഗിവൺ ഓർഡർ AG B²H C³ I. അപ്പോൾ അതെങ്ങനെയാണ് അത് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്? LD ക്ലർക്ക് ബിവറേജ് കോർപ്പറേഷൻ 2010 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. AG, അതിനുശേഷം Aക്ക് എന്ത് പവർ കൊടുക്കുന്നു? 1, Bക്ക് 2, Cക്ക് 3, അപ്പോൾ Dക്ക് 4 ആയിരിക്കും അല്ലേ? അതുപോലെ GHI എന്തായിരിക്കും? J ആയിരിക്കും ആൻസർ. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് ജസ്റ്റ് വായിച്ച് നോക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടുന്നുണ്ട്. അതുപോലെ ചെയ്ത് നോക്കുക. ലാസ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ കറക്റ്റ് ആണോ അല്ലയോ ഒന്ന് ചെക്ക് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ കം നെക്സ്റ്റ്? BHL DJNFLP. ഇവിടെ BCDEF ആ ഒരു പാറ്റേണിലാണ്. HIJKL, അപ്പോൾ MN ആയിരിക്കും അവിടെ വരുന്നത്. അപ്പോൾ ആ സെയിം ഒരു രീതിക്ക് പെട്ടെന്ന് തന്നെ ചെയ്തു നോക്കാം. ഇത് 2015 വുമൺ പോലീസ് കോൺസ്റ്റബിൾ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ നെക്സ്റ്റ് ലെറ്റർ ചെയിൻ ANTBOUCPV അസിസ്റ്റന്റ് ഗ്രേഡ് 2 2006 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കംപ്ലീറ്റ് ദ ഫോളോയിങ് സീരീസ് BJF DKH FMJ HPL 2016 റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പ്രിലിമിനറി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എളുപ്പത്തിൽ അത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തന്നെ ചെയ്ത് നോക്കുക. ആദ്യത്തെ ലെറ്റേഴ്സ് തമ്മിലുള്ള കണക്ഷൻ, രണ്ടാമത്തെ ലെറ്റേഴ്സ് തമ്മിലുള്ള കണക്ഷൻ, മൂന്നാമത്തെ ലെറ്റേഴ്സ് തമ്മിലുള്ള കണക്ഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അഞ്ചാമത്തെ ലെറ്ററിൻ്റെ ആ ഒരു പാറ്റേൺ നമുക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ആൻഡ് കംപ്ലീറ്റ് ദ സീരീസ് ഇൻ ദ ഗിവൺ ഓർഡർ. അസിസ്റ്റന്റ് സെയിൽസ്മാൻ 2011 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ടേം വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ സീരീസ് ABD DJK HMS MTB SBL? IHRD ഓഫീസ് അസിസ്റ്റന്റ് 2010 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
സോ ഇതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയതിന് ശേഷം ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഇരുന്ന് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ജസ്റ്റ് കണ്ട് മനസ്സിലാക്കിയെന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഒരിക്കലും അവിടെ പോയിരിക്കുന്ന ഓർമ്മ കിട്ടത്തില്ല. സോ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി അടുത്തൊരു 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ നെക്സ്റ്റ് ലെറ്റർ ചെയിൻ ആണ് കണ്ടുപിടിക്കുന്നത്. ഫയർമാൻ സ്പെഷ്യൽ ഒരു SC/ST അസിസ്റ്റന്റ് ടൈം കീപ്പർ പ്രിന്റിംഗ് 2009 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ നെക്സ്റ്റ് ഇൻ ദ സീരീസ് DFCGIFKMJ മെയിൽ വാർഡൻ മാട്രോൺ 2008 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ 27ാമത്തെ നമ്മൾ ഈ ടൈപ്പിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ സീരീസ്, ഫിൽ ദ സീരീസ് QPO NML KJI അതിനിടയ്ക്കുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ട്രാൻസ്പോർട്ട് ഓഫീസർ, KSRTC ട്രാൻസ്പോർട്ട് ഓഫീസർ എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള 2015 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ ഇത് നമുക്ക് നേരെ ആൻസറിലോട്ട് കിടക്കാം. അത് 13ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ A SN ആയിരിക്കുമല്ലേ നിങ്ങൾക്ക് കിട്ടിയത്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഈ ഒരു പാറ്റേണിലാണ്. ഇത് നോക്കുക, ഇത് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു പാറ്റേണിലായിരിക്കും നിങ്ങൾക്ക് ചെയ്യുമ്പം ഓപ്ഷൻ A SN ആൻസറായിട്ട് ലഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ C PM ആണ്. നോക്കൂ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് +5ഉം രണ്ടാമത്തെ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് -4ഉമാണ്. സോ ആ ഒരു ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടുന്നു? ആൻസർ PM ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ A BWB ആയിരിക്കും ആൻസർ. അതെങ്ങനെ കിട്ടുന്നത്? അതും അതുപോലെ തന്നെ ഫസ്റ്റ് ടേംസ് തമ്മിലുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, സെക്കൻഡ് ടേംസ് തമ്മിലുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. സോ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. അടുത്തതായിട്ട് കിട്ടുന്ന 16ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ BGC ആണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക. TYU എന്ന് പറയുമ്പോൾ T തൊട്ട് U വരെ +1ഉം U തൊട്ട് Y വരെ +4ഉം ആണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ NSO എന്ന് പറയുമ്പോൾ N മുതൽ O വരെ +1ഉം O മുതൽ S വരെ +4ഉം. അപ്പോൾ ആ സെയിം പാറ്റേൺ നമുക്ക് ഓപ്ഷൻസിൽ ഏതാണ് അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ വേറൊരു മോഡലാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത്. അപ്പം ആ ഒന്നും ഒരു കണക്ഷനും കിട്ടിയില്ല എങ്കിൽ എന്ത് ചെയ്യുക? സെയിം ആ ഒരു ആൽഫബറ്റിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് അവർ തമ്മിലുള്ള കണക്ഷൻ. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യത്തെ ആൽഫബറ്റും രണ്ടാമത്തെ ആൽഫബറ്റും തമ്മിൽ ആ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ അത് ഒരു കണക്ഷനും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ വെറുതെ സമയം വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന ആ ഒരു കോമ്പിനേഷൻ കാണുമല്ലോ. ഇപ്പോൾ ഒരു 3 ലെറ്റർ ഒരുമിച്ചായിരിക്കും തന്നിരിക്കുന്നത്, അതിന് ശേഷമായിരിക്കും ഒരു 3 ലെറ്റർ അല്ലാതെ സെപ്പറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. സോ അതിനകത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതിലെന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്തത് കൊണ്ടല്ലേ ഇതിനകത്ത് ഇപ്പോൾ ഒരു കണക്ഷൻ കണ്ടുപിടിക്കാൻ സാധിച്ചത്. സോ ഇങ്ങനെയും നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഈ ഒരു പാറ്റേൺ അറിഞ്ഞിരുന്നാൽ മാത്രമേ അങ്ങനെ ചെയ്യാനും നമുക്ക് ആ ഒരു ടൈമിൽ അത് ആലോചിച്ച് ചെയ്യാനുമായിട്ട് സാധിക്കുള്ളൂ അല്ലേ. അപ്പോൾ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 17ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് VXZ ആണ്. എങ്ങനെയാണത് കിട്ടുന്നത്? PRT VXZ BDJ തൊട്ട് മുന്നിലുള്ള അക്ഷരത്തോടൊപ്പം 2 വീതം കൂട്ടിയാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. തൊട്ട് മുൻപിലുള്ള അക്ഷരങ്ങളോടൊപ്പം അത് 2 വീതം കൂട്ടി എഴുതിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഓപ്ഷൻ C ആയിരിക്കും, VXZ ആയിരിക്കും ആൻസർ ആയിട്ട് കിട്ടുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുമ്പം PRT അതെങ്ങനെയാണ് കണക്ഷൻ അതിനകത്ത് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ P കഴിഞ്ഞിട്ട് Q കഴിഞ്ഞിട്ട് R, അതുപോലെ R കഴിഞ്ഞിട്ട് S കഴിഞ്ഞിട്ട് T, PQRST ആ ഒരു പാറ്റേൺ. അതുപോലെ തന്നെ VXZ നമുക്ക് തന്നിട്ടില്ല, ഓപ്ഷൻസിലാണ് ഉള്ളത്. അതുപോലെ എന്താണ് BDF BCDEF HIJKL. അപ്പോൾ ഒരെണ്ണം ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളതിനെ മിസ് ചെയ്ത് കളഞ്ഞിട്ട് 2 കൂട്ടി അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? നേരെ ഓപ്ഷൻസിൽ പോയിട്ട് അതിനകത്തുള്ള ആൽഫബറ്റ്സ് തന്നിരിക്കുന്ന പാറ്റേണിനെ ചെക്ക് ചെയ്യുന്നു. അതിനകത്ത് ഇതിനകത്താണോ ഇതുപോലെ സെയിം പാറ്റേണിൽ റിപ്പീറ്റ് ചെയ്യുന്നത് അതായിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് ലഭിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് 18ാമത്തെ ആൻസർ എന്ന് പറയുന്നത് QOL ആയിരിക്കും അല്ലേ. നിങ്ങൾക്ക് കിട്ടിയതും അത് തന്നെ ആയിരിക്കും. സോ ഇതെങ്ങനെയാണ് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ജസ്റ്റ് നമ്മൾ അതിനകത്തുള്ള റിലേഷൻ അല്ല നോക്കുന്നത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും ചെക്ക് ചെയ്യുന്നത്. ഇതിൽ നോക്കാം, ഇതിൽ ആദ്യത്തെ ലെറ്റേഴ്സ് തമ്മിൽ ഓരോന്നിൻ്റെയും ആദ്യത്തെ ലെറ്റേഴ്സ് തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നോക്കുമ്പോൾ എന്താണ് -2, അതായത് 2 തൊട്ട് മുമ്പുള്ള ലെറ്റേഴ്സ് ആയിരിക്കും അത് എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പം ആ ഒരു ഫസ്റ്റ് ലെറ്റേഴ്സ് തമ്മിലുള്ള കണക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷം രണ്ടാമത്തെ ലെറ്റേഴ്സ് തമ്മിലുള്ള കണക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അത് ഏത് പാറ്റേണിലാണ് റിപ്പീറ്റ് പോകുന്നത്? +1 +2 +3 +4 ആ ഒരു പാറ്റേണിലായിരിക്കും റിപ്പീറ്റ് ചെയ്യുന്നു പോകുന്നത്. സോ നമ്മളിനി ലാസ്റ്റ് 3ാമത്തെ ലെറ്ററിൻ്റെ ആ ഒരു കണക്ഷൻ നോക്കുന്നു. കണക്ഷൻ നോക്കുമ്പോൾ എന്താണ്
+2 + 3 ആ ഒരു പാറ്റേണിലായിരിക്കും റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. സോ നമുക്ക് ആൻസർ എന്ത് കിട്ടുന്നു? QOL ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 19ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? കൃത്യമായി നൽകിയിരിക്കുന്നത് അക്ഷരങ്ങളുടെ സ്ഥാനവിലയാണ് അല്ലേ. D⁴J എന്നൊക്കെ ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ജസ്റ്റ് വായിച്ച് നോക്കുമ്പോൾ തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. 20ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഓപ്ഷൻ എ HNR. എന്ന് പറയുന്നത് എങ്ങനെയാണ്? സെയിം നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു പാറ്റേണിൽ ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ലെറ്റേഴ്സ് തമ്മിലുള്ള കണക്ഷൻ നോക്കുന്നു. കണക്ഷൻ ആ ഒരു സെയിം പാറ്റേണിൽ റിപ്പീറ്റ് ചെയ്ത് പോകുന്നതിനെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓപ്ഷൻസിൽ നിന്ന് സെലക്ട് ചെയ്ത് ആൻസർ ആയിട്ട് എഴുതുന്നു. അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി DQW ആണ്. അതും അതുപോലെ തന്നെ ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ലെറ്റേഴ്സ് തമ്മിലുള്ള കണക്ഷൻ നോക്കിയിട്ടായിരിക്കും. ഇവിടെ +1 കണക്ഷൻ മാത്രമേ ഉള്ളായിരിക്കും. അത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. 22ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് ഓപ്ഷൻ ബി JTN ആണ് ആൻസർ. സോ അതെന്താണ്? അതും അതുപോലെ തന്നെ ആദ്യത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ ലെറ്റർ തമ്മിലുള്ള കണക്ഷൻ. ഇതിവിടെ ആദ്യത്തെ ലെറ്റേഴ്സ് തമ്മിലുള്ള കണക്ഷൻ +2 ആയിരിക്കും. രണ്ടാമത്തെ ലെറ്റേഴ്സ് തമ്മിലുള്ള കണക്ഷൻ +1 +2 +3 അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. മൂന്നാമത്തെ ലെറ്റേഴ്സ് തമ്മിലുള്ള കണക്ഷൻ +2 ആയിരിക്കും. ആ ഒരു പാറ്റേണിൽ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ ബി JTN ആൻസർ ആയിട്ട് ലഭിക്കും. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി UTS ആണ്. അവിടെ എന്താണ്? എല്ലാ അക്ഷരങ്ങളും 6 വെച്ച് കൂടുന്നു. 24ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ZKW ആയിരിക്കും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. 25ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ELS ആണ് ആൻസർ. 26ാമത്തത് RTQ ഓപ്ഷൻ സി ആണ്. 27ാമത്തത് HGF ആണ്. HGF എങ്ങനെയാണ് കിട്ടുന്നത്? ആൽഫബറ്റ്സിനെ ഡിസെൻഡിങ് ഓർഡറിൽ നേരെ തിരിച്ച് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഇതൊക്കെ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. സോ നമുക്കിനി അടുത്തൊരു ടൈപ്പ് നോക്കാം. 3ലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഇറഗുലർ മെമ്പർ ഇൻ ദ ഫോളോയിങ് സീരീസ്. തന്നിരിക്കുന്ന സീരീസിനകത്തുള്ള ഇറഗുലർ മെമ്പറിന് വേറൊരു ടൈപ്പിലാണ് അല്ലേ. ആൽഫബറ്റ് സീരീസ് തന്നെയാണ്, പക്ഷേ വേറൊരു ടൈപ്പിലാണ്. അപ്പം നമ്മൾ നോക്കുമ്പം ഇതിലെ 3 നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം പോലെ ചെയ്യുക. ഇതിലേതെങ്കിലും 3 തമ്മിൽ ഒരു സെയിം പാറ്റേൺ ഉണ്ടായിരിക്കും, പക്ഷേ അതിൽ ഒരെണ്ണത്തിന് ആ ഒരു പാറ്റേൺ ഉണ്ടാവത്തില്ല. അപ്പം അതായിരിക്കും ഈ ഒരു ഗ്രൂപ്പിലെ ഇറഗുലർ മെമ്പർ എന്ന് പറയുന്നത്. 2005 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ 2011 ഡെപ്യൂട്ടി കളക്ടർ ലാൻഡ് റവന്യൂ കേരള സിവിൽ സർവീസിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ELFA GLHA ILJA ഇടയ്ക്കുള്ള ടേം ഏതാണ്? അപ്പം അതേപോലെ എന്ത് ചെയ്യുന്നു? ഈ നേരത്തെ 3 ലെറ്റർ ചെയ്തു, ഇവിടെ ഇപ്പം 4 ലെറ്റർ വന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അടുത്തതായിട്ടൊരു ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ലാസ്റ്റ് മെമ്പർ ഓഫ് ദ സീക്വൻസ് ഇഫ് ദ ഫസ്റ്റ് 3 മെമ്പേഴ്സ് ആർ. ഏതൊക്കെയാണെന്ന് 2011 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ 3 മെമ്പേഴ്സിനെ തന്നിട്ടുണ്ട് എങ്കിൽ 4ാമത്തെ മെമ്പർ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം അതേപോലെ എന്താണ് ചെയ്യുന്നത്? ആ ആദ്യത്തെ ലെറ്റേഴ്സും രണ്ടാമത്തെ ലെറ്റേഴ്സും മൂന്നാമത്തെ ലെറ്റേഴ്സും 4ാമത്തെ ലെറ്റേഴ്സും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണ് എന്ന് ചെക്ക് ചെയ്യുക. അവർ തമ്മിൽ ഒരു കണക്ഷനും ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനകത്ത് തന്നിരിക്കുന്ന കോമ്പിനേഷൻ തന്നെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ചെയ്ത് വെച്ചിരിക്കുക. ആൻസർ നമുക്ക് ലാസ്റ്റ് നോക്കാം. 32ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ടൈപ്പിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് നെക്സ്റ്റ് ഇൻ ദ സീരീസ് DEFH EFGI FGHJ സ്റ്റോർ കീപ്പർ വെൽഫെയർ ഓർഗനൈസർ 2008 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? DEF അടുത്ത G ആയിരിക്കും അല്ലേ, അതേപോലെ തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ തെറ്റിക്കാനായിട്ട് ഓപ്ഷൻസ് പല രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടും മറിച്ചിട്ടും ഒക്കെ ഓപ്ഷൻസ് തരും. പക്ഷേ അവിടെ ഒന്നും നമ്മൾ വീണ് പോയത് കറക്റ്റായിട്ടുള്ള ആൻസർ തന്നെ കണ്ടുപിടിച്ച് ചെക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഇനി നേരെ ആൻസറിലോട്ട് പോകാം. ഇത്രയും നിങ്ങൾ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ ഇനി നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. 28ാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി EFEF ആയിരിക്കുന്നു. അതായത് ഇവിടെ ആദ്യത്തെ ടേമും അവസാനത്തെ ടേമും റിപ്പീറ്റ് ആണ് അല്ലേ. രണ്ടാമത്തെ ഇടയ്ക്കുള്ള 2 ടേം എന്നും പറയുന്നത് റിപ്പീറ്റ് ആണ്. അതുപോലെ BCCBയിലാണെങ്കിൽ ആദ്യത്തതും അവസാനത്തെ ടേമും റിപ്പീറ്റ് ആണ്, നടുക്കത്തെ ടേം സെയിം ആണ്. അതേപോലെ അപ്പം ഓപ്ഷൻസിൽ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഏതേ ഉള്ളൂ? ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. EFEF ആണ് എന്താണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അതായിരിക്കും. അടുത്ത 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ അല്ലേ. അപ്പോൾ ഇതെങ്ങനെ വരുന്നത്? 4 ടേം വെച്ച് റിപ്പീറ്റ് ചെയ്ത് പോകുമ്പോൾ ആദ്യത്തെ ടേമും
അതിനകത്തു നിന്നുള്ള അടുത്ത ഓൾട്ടർനേറ്റീവ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും. അങ്ങനെ ആയിരിക്കും റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് TSRV ആണ്. അതെങ്ങനെയാണ്? ആദ്യത്തെ ടേമും ആദ്യത്തെ ടേമും തമ്മിൽ +1, രണ്ടാമത്തെ ടേം എല്ലാത്തിൻ്റെയും ഓരോ ആൽഫബറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? +1 ആയിരിക്കും. അതിനകത്തല്ല, തൊട്ടടുത്ത ആ ഒരു കോമ്പിനേഷനുമായിട്ടുള്ള ഡിഫറൻസ് ആയിരിക്കും ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേംസുമായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി TSRV ആയിരിക്കും നിങ്ങൾക്കും ആൻസർ ആയിട്ട് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇനി ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ടായിരുന്നു, 31ഉം 32ഉം. ഓപ്ഷൻ ബി GTHSഉം ഓപ്ഷൻ 32ാമത്തെ ഓപ്ഷൻ എ GHIKയുമായിരിക്കും ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, കറക്റ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് നോക്കുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊരു ടൈപ്പാണ്, ടൈപ്പ് 4. ഇതിലൊരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫൈൻഡ് ദ നെക്സ്റ്റ് ഇൻ ദ സീരീസ്. ഇങ്ങനെ ഒരു AP5 QR അങ്ങനെയൊക്കെ ഒരു ടേം തന്നാൽ എങ്ങനെയാണ് നമ്മൾ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം അതിലെ നമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കുന്നു. 5, 4, 3, 2. അപ്പോൾ അടുത്ത് എന്തായാലും 1 ആയിരിക്കും. നോക്കുമ്പോൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഉണ്ട് എല്ലാത്തിലും 1. അപ്പോൾ അതല്ല അല്ലേ. അപ്പോൾ AZBY. അപ്പം A ആദ്യത്തതും Z അവസാനത്തെ, B രണ്ടാമത്തതും Y താഴെന്ന് രണ്ടാമത്തെ. അപ്പോൾ മൂന്നാമത് എന്തായിരിക്കും? Cയും അല്ലെങ്കിൽ എന്തായിരിക്കും? AZBY അല്ലേ. അപ്പോൾ എന്തായിരിക്കും? C. അങ്ങനെ എന്തെങ്കിലും ഓരോ ഓപ്ഷൻസ് ആയിരിക്കും വരുന്നത്. അവിടെ നമ്മളെ തെറ്റിക്കാനായിട്ട് ഓപ്ഷൻസിൽ 2 C വെച്ച് തുടങ്ങുന്നതും X വെച്ച് തുടങ്ങുന്നതും എല്ലാം ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ കൺഫ്യൂഷൻ ഒന്നും വരണ്ട. അത് കറക്റ്റായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നതെന്ന് ചെക്ക് ചെയ്യൂ. ഉറപ്പായിട്ടും ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും. അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. കാണുമ്പോൾ നമുക്ക് വലിയ സംഭവമൊക്കെയാണെന്ന് തോന്നുമെങ്കിലും പക്ഷേ എളുപ്പത്തിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഇതാണ് ടൈപ്പ് 4. ടൈപ്പ് 4ൻ്റെ ആൻസർ നമ്മൾ ടൈപ്പ് 5ന് ശേഷം ഡിസ്കസ് ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളൂ. ഇത് ടൈപ്പ് 5 ആണ്. ടൈപ്പ് 5 എന്ന് പറയുമ്പോഴത്തേക്കുള്ള ക്വസ്റ്റ്യൻ ആണ് കംപ്ലീറ്റ് ദ ഗിവൺ സീരീസ് വിത്ത് പ്രോപ്പർ വൺ ഫ്രം ദ ഫോളോയിങ്. നമ്മൾ എത്ര നേരം നോക്കിയിരുന്നത് എന്തായിരുന്നു? ആൽഫബറ്റ് സീരീസ് ആയിരുന്നു അല്ലേ. ഇവിടെ ഇപ്പം നമ്മൾ ആൽഫബറ്റ് കൂടി ചേർത്ത് വേർഡ് ആക്കി അല്ലേ. വേർഡ് സീരീസ് ആയിരുന്നു. 2011 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ വയലിൻ, വീണ, ഗിറ്റാർ എങ്കിൽ അടുത്ത വേർഡ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക? അപ്പോൾ ആദ്യമേ VVG അത് തമ്മിലുള്ള എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, ഓരോ വേർഡ്സ് തമ്മിൽ. ഓക്കെ, അതിൻ്റെ ആൻസർ നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. കണ്ടുപിടിച്ച് വെച്ചിരിക്കുക. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഈസ് ദ നെക്സ്റ്റ് ഇൻ ദ സീരീസ് ഗിവൺ ബിലോ. AI. അപ്പോൾ അടുത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. 36ാമത്തെ ക്വസ്റ്റ്യൻ ചൂസ് ദ മിസ്സിംഗ് ടേം ഔട്ട് ഓഫ് ദ ഓൾട്ടർനേറ്റീവ്സ്. അഡ്വെഞ്ചർ, ഡിവെഞ്ചർ, വെഞ്ചർ. അപ്പോൾ മിസ്സിംഗ് ടേം ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അത് അടുത്ത ഒരു ടേം ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇതൊന്ന് കാണുമ്പോൾ തന്നെ അറിയാം, ഓരോ ആൽഫബറ്റ് നമ്മൾ ഡിലീറ്റ് ചെയ്താണ് വരുന്നത്. അപ്പോൾ അടുത്ത എന്തായാലും ഇയിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ENTUR ആയിരിക്കും അതിൻ്റെ ആൻസർ. ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. ഓക്കെ, അപ്പം 36ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത 37ാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ദ റൈറ്റ് ലെറ്റർ ഫോർ ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ക്വസ്റ്റ്യൻ മാർക്കിൽ അതിൻ്റെ കറക്റ്റ് ലെറ്റർ ഏതാണെന്ന് ചെക്ക് ചെയ്യുക. TQNKH അതിനുശേഷം വരുന്ന ലെറ്റർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2005 കൊച്ചിൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ഗ്രേഡ് എക്സാംസിന് ചോദിച്ച ഒരു നല്ലൊരു ചോദ്യമാണ്. അതിൻ്റെ ആൻസർ നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് വെച്ചിരിക്കുക. അതിനുശേഷം നമ്മൾ ആൻസറിലോട്ട് നോക്കാൻ പോകുകയാണ്. ഓക്കെ, എല്ലാവരും കണ്ടുപിടിച്ച് കാണുമല്ലോ. ആൻസർ നോക്കാം. 33ാമത്തെ ആൻസർ എന്ന് പറയുന്നത് CP1QV ആണ്. അത് കണ്ടുപിടിക്കേണ്ട മെത്തേഡ് അതിനകത്ത് നേരെ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അതാണോ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എന്ന് ചെക്ക് ചെയ്യുക. 34ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് തമ്പുരു ആണ്. തമ്പുരു എന്ന് പറയുന്നതും ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുമ്പം ആ ഒരു തമ്പുരു എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ആയിരിക്കും കിട്ടുന്നത്. 35ാമത്തെ ലെറ്റർ O ആണ്. O എന്ന് വെച്ചാൽ വവൽ ലെറ്റർ ഒൺലി ഫ്രം ഓപ്ഷനിലുള്ള വവൽ ലെറ്റർ മാത്രമാണ് അത്. ഓക്കെ, ഇനി 36ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് VNTU. നമ്മൾ നേരത്തെ പറഞ്ഞ ആൻസർ തന്നെയാണ്. 37ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ DE ആണ്. അപ്പം ഇതാണ് ഒരു പാർട്ട് 1 മോക്ക് ടെസ്റ്റിൻ്റെ പാർട്ട് 1 ഉൾപ്പെടുത്തുന്നത്. ഇനി അടുത്ത കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഡിഗ്രി ലെവൽ എക്സാംസിനും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാംസിനും ഒക്കെ ചോദിച്ചിരിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും ഉണ്ട്. അത് നമ്മൾ അടുത്തൊരു പാർട്ടിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം ഇതെല്ലാവരും ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഫുൾ ക്വസ്റ്റ്യൻസ് ഒരു 100 ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എക്സാമിന് പോയിരുന്ന് ആ ഒരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. ഇനി അടുത്തൊരു പാർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അതിനെ അവിടെ കാണാം. ഓക്കെ, ബൈ.